ശബരിമലയിൽ പമ്പയ്ക്ക് സമാനമായ പുണ്യതീർത്ഥമാണ് ഉരക്കുഴി. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ എത്തി സ്നാനം നടത്തിയെന്നാണ് വിശ്വാസം. സന്നിധാനത്തെത്തുന്ന ഭക്തരിലേറെയും ഉരക്കുഴിയിൽ കുളി കഴിഞ്ഞാണ് മല ഇറങ്ങുക. അയ്യപ്പാനുഗ്രഹത്തിനായി മല കയറുന്ന തീർത്ഥാടകർ നീലിമല താണ്ടി 18ാം പടി കയറി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയാൽ അടുത്ത ലക്ഷ്യം ഉരക്കുഴിയാണ്. പാപമോക്ഷത്തിനായുള്ള പുണ്യതീർത്ഥമാണ് പാണ്ടിത്താവളത്തിനടുത്തെ ഉരക്കുഴി വെള്ളച്ചാട്ടം. അയ്യപ്പ ദർശനശേഷം ഇവിടെ മുങ്ങിക്കുളിച്ചാണ് മിക്കവരും മലയിറങ്ങുന്നത്. പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട്ടിലൂടെ സന്നിധാനത്തെത്തുന്നവർ ഇവിടെ മുങ്ങിക്കുളിച്ച ശേഷമാണ് ദർശനം നടത്തുന്നത്. നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് ഉരക്കുഴി തീർത്ഥത്തിൽ കുളിക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ എത്ര തടിയുള്ള ആൾക്ക് വേണമെങ്കിൽ അതിൽ മുങ്ങാം. അത് പ്രത്യേകതയാണത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധിയിൽ എത്തിയെന്നാണ് വിശ്വാസം. ഇതിന്റെ ചുവട് പിടിച്ചാണ് അയ്യപ്പ ഭക്തർ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്. പമ്പാ നദിയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിനു കീഴിലാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം പതിച്ച പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽ കുഴി ലോപിച്ച് ഉരക്കുഴിയായെന്നുമാണ് വിശ്വാസം. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ഇവിടെ മുങ്ങി നിവരാൻ കഴിയൂ. ഉരൽക്കുഴിയിലെ കുളി പാപനാശിനിയാണെന്നു ഭക്തർ കരുതുന്നു. നല്ല അനുഭവമാണ്. ഇപ്പോൾ മല കയറിയതിൻ്റെ എല്ലാ ക്ഷീണങ്ങളും ഇതോടുകൂടി മാറി. എന്നും ഇങ്ങനെ ഈ കുഴി അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് കാണണമെന്ന് ഒരാശന. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഭയങ്കര കുത്തനെയാണ് ഇറക്കേണ്ടതെന്ന്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, വിഷമമൊന്നും തോന്നിയില്ല. മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളമായതിനാൽ ഔഷധ ഗുണമുണ്ടെന്നും യാത്രക്കിടയിലുണ്ടായ മുറിവുൾപ്പെടെ ഭേദമാകാൻ സ്നാനം ഉപകരിക്കുമെന്നും ഭക്തർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉരക്കുഴിയിലേക്കെത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ന്യൂസ് മലയാളം, സന്നിധാനം.